ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു കുക്കുംബർ വെച്ചിട്ട് നമുക്കൊരു പച്ചടി തയ്യാറാക്കാം. ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുക്കുംബർ പച്ചടി നമുക്കിന്നിവിടെ തയ്യാറാക്കാം. ഇത് എല്ലാ അസുഖക്കാർക്കും കൂടെ ഉപയോഗിക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചാണ് ഞാനിന്നിവിടെ ഈ രീതിയിൽ പച്ചടി വയ്ക്കുന്നത്. അതിനാവശ്യമായിട്ട് കുക്കുംബർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു അര കപ്പ് തേങ്ങ, കടുക്, ഉള്ളി, ജീരകം, കറിവേപ്പില, തൈര്. ഇത്രയുമാണ് നമ്മളിന്ന് പച്ചടിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സോഡിയം, പൊട്ടാസ്യം, യൂറിക് ആസിഡ് എന്നിവയെല്ലാം ഈ ഓരോ വെജിറ്റബിളിനകത്തും തേങ്ങയ്ക്കകത്തും തൈരിനകത്തും എല്ലാം, തൈരിനകത്തൊക്കെ കുറച്ചേ ഉള്ളൂ എങ്കിലും എല്ലാം ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഒന്ന് അത് റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ പച്ചടി വയ്ക്കാം എന്നാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. അതിനാവശ്യമായി നമുക്ക് ആദ്യം കുക്കുംബറും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് തിളപ്പിച്ച് അതിൽ വെള്ളം നമുക്ക് മാറ്റാം. അതിന് ആദ്യമായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നമുക്ക് ഈ വെജിറ്റബിൾ ഒരു പാത്രത്തിലിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കല്ലുപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഇനി തിളയ്ക്കട്ടെ. നമുക്കിതിനി തിളയ്ക്കാൻ വയ്ക്കാം. ഒരടപ്പ് വെച്ച് മൂടാം, തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ജീരകം, തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നല്ലതായിട്ട് അരയ്ക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് ചേർക്കത്തില്ല, മഞ്ഞൾ ചേർക്കത്തില്ല, ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതേപോലെ നല്ല കട്ട തൈര് വേണം നമ്മൾ പച്ചടിക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി. വലിയ പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒരു 1.5 കപ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഈ തേങ്ങയും ജീരകം വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം തിളപ്പിക്കാൻ കുക്കുംബറിൻ്റെ കൂട്ടത്തിലും ഉള്ളിയുടെ കൂട്ടത്തിലൊക്കെ കിട്ടും. അതിനകത്തുള്ള പൊട്ടാസ്യം, സോഡിയം എല്ലാം പാർട്ടെന്ന് വെച്ചുകൊണ്ട് എല്ലാം കൂടെ ഇട്ട് ഞാൻ തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്ന് നല്ലതായിട്ട് അരയ്ക്കാം. കടുക് ഇതിന് ഫസ്റ്റ് അരയ്ക്കാൻ പാടില്ല, ലാസ്റ്റ് ഇതെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കടുകൊന്ന് ഇതിലിട്ട് ചതച്ചെടുക്കുക മാത്രം ചെയ്യാവൂ. തയ്യാറാക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നമുക്കിനി ഈ അടപ്പ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ തിളച്ചോന്നൊന്ന് നോക്കാം. അപ്പോൾ നല്ലതായിട്ട് തിളച്ചു. നമുക്കിതിന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഈ കുക്കുംബർ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെയുള്ളത് നമ്മളിപ്പോൾ തിളച്ചിരിപ്പിക്കുന്നത്. ഇത് പച്ചടിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇപ്പം നമ്മൾ തിളപ്പിച്ചു. ഇനി ഇത് നമുക്ക് നെറ്റിലോട്ട് മാറ്റാം. നമ്മളെല്ലാം നെറ്റിലോട്ട് മാറ്റി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ വെള്ളമെല്ലാം പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ തേങ്ങ, ജീരകം, കടുക് എല്ലാം കൂടെ അരച്ചുകൊണ്ട് വെച്ചു. അതിനുശേഷം
ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് ഓണാക്കി നമുക്കിനി എങ്ങനെയാണ് ഈ പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ചീനിച്ചട്ടി അടപ്പ് വെച്ചു. അതിന് ശേഷം വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് കടുകിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഉള്ളി ഒന്നും ഇടത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഉള്ളി എല്ലാം നമ്മൾ തിളപ്പിച്ച് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് കടുക് മാത്രമേ പൊട്ടിക്കത്തുള്ളൂ. ഒരു 2 പീസ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വെള്ളം വെള്ളം കളയാൻ വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇതേപോലെ കണ്ടേ വെള്ളമെല്ലാം കളഞ്ഞ് അതിനകത്തുള്ള പൊട്ടാസ്യം, സോഡിയം എല്ലാം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിടുന്നില്ല. ഉപ്പ് നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് കല്ലിപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിനി ഉപ്പിടത്തില്ല. ഇതൊന്ന് ഇതിലോട്ട് നമുക്ക് അങ്ങനെ നമ്മൾ തിളപ്പിച്ച് വെള്ളമെല്ലാം കളഞ്ഞ കുക്കുംബർ, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടെ കടുക് പൊട്ടിച്ച് ഇട്ടു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, കടുക്, 1 പീസ് കറിവേപ്പില, വെളുത്തുള്ളി 2 കഷ്ണം ഇത്രയും കൂടെ അരച്ച ഗ്രേവി ഇതിനകത്ത് ഒഴിക്കുന്നു. നമ്മൾ ആദ്യം ഉപ്പിട്ടത് കൊണ്ട് ഇപ്പോൾ ഇനി ഉപ്പിടത്തില്ല. ഇനി നമുക്ക് ഈ ഗ്രേവി അരച്ച തേങ്ങ, ജീരകം, കടുക് എല്ലാം കൂടെ ഈ വെജിറ്റബിളിലൊന്ന് പിടിക്കുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളിലുള്ള വെള്ളമെല്ലാം പറ്റിയൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കട്ടത്തൈര് ഈ വെജിറ്റബിളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാടിട്ട് നമ്മളിങ്ങനെ ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് മതിയോന്ന് നോക്കാം. ഇത് നമ്മൾ ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഈ തൈര് വെള്ളമാവും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ തൈര് തന്നെ നല്ല കട്ട തൈരായിരിക്കണം. വെള്ളം അധികം പാടില്ല. വെള്ളമുള്ള തൈര് നമ്മൾ ഒന്നാമത് ഈ വെജിറ്റബിൾ എല്ലാം കൂടെ നമ്മൾ പുഴുങ്ങുന്നത് കൊണ്ട് പിന്നീട് അതിനകത്ത് വെള്ളം ആഡ് ചെയ്താൽ ഇതിനകത്ത് വീണ്ടും വെള്ളം ഒരുപാടുള്ള തൈര് ഒഴിക്കുകയാണെങ്കിൽ ഈ പച്ചടി വെള്ളമായി പോകും. അതുകൊണ്ട് നമുക്ക് വെള്ളമില്ലാത്ത നല്ല കട്ട തൈര് വേണം നമുക്ക് പച്ചടിക്ക് എടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായി.
ഇത് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഇത് എല്ലാ അസുഖക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചടിയാണ്. ഇതെല്ലാവരും വെച്ച് നോക്കുക. ഇതിനകത്ത് നമ്മൾ തിളപ്പിച്ച് വെള്ളം കളഞ്ഞതുകൊണ്ട് യാതൊരു വിധമായ പ്രോട്ടീനും ഉള്ളതല്ല. അതുകൊണ്ട് എല്ലാവരും ഇത് വെച്ച് ഉപയോഗിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ, ബൈ. ഈ തണുക്കുന്നത് വരെ നമുക്ക് സ്വല്പം അടപ്പ് തുറന്ന് വയ്ക്കാം. ഇതിനകത്ത് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഈ പച്ചടി വെള്ളമാവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ അടപ്പ് അടയ്ക്കാൻ പാടുള്ളൂ.